അപ്പൊ ഞങ്ങളെല്ലാരും ഇപ്പൊ ഉള്ളത് ബൊളിവാർഡ് വേളിയിലാണ്. ഞങ്ങൾ ചൈനയുടെ ഫ്രണ്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ ചൈനയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഞങ്ങളോടൊപ്പം പോരൂ. അങ്ങനെ പാസ്പോർട്ടും വിസയും ഒന്നുമില്ലാതെ ഇന്ന് നമ്മൾ ചൈന കാണാൻ പോവുകയാണ്. ഇവിടെ മേളിലായിട്ട് കൊടുത്തേക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. ചൈനയുടെ തനതായ രീതിയിലുള്ള എല്ലാ ഇതും അവരിവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചൈനയിൽ പോയി നിൽക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്കിവിടെ വരുമ്പോൾ തോന്നുന്നത്. നല്ല അടിപൊളിയാണ് ചൈന കാണാൻ. ഒരു മേളിൽ കൊടുത്തേക്കുന്ന ഈ ഒരു തീമാണ്. അങ്ങനെ നമ്മൾ പാസ്പോർട്ടും വിസയും ഒന്നും ഇല്ലാതെ ചൈനയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ചൈനയിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ചൈനയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ശരിക്കും ചൈനയിലൊക്കെ പോകണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ ഒത്തിരി നാളുകൊണ്ടുണ്ടായിരുന്നു. അതിപ്പോ സൗദി ആയിട്ട് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്നേക്കുവാണ്. ഇപ്പൊ കയറി ചെല്ലുമ്പോ തന്നെ കാണുന്നത് കുറെ ഡ്രസ് ഐറ്റംസ് ആണ്. മിസ് കാൻഡി, മിസ് 20 ഓരോ ഷോപ്പിന്റെ നമ്പറുകളാണെന്ന് തോന്നുന്നു. കിഡ്സ് ക്ലോത്ത്, ഇവിടെ എല്ലാം കിട്ടുന്ന ചെരുപ്പുകളിൽ വെക്കുന്ന ഡിസൈനർ ഡെക്കറേഷൻസ് ഒക്കെയാണ് ഇവിടെ കിട്ടുന്നത്. അങ്ങനെ ഇവിടെ ചൈനയിൽ എൻട്രി ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് മൊത്തം ഡ്രസ് ഐറ്റംസ് ആണ്. ഫുള്ള് സ്റ്റാർട്ടിങ്ങിലെ ഡ്രസ് ഐറ്റംസ് ആണ്. അങ്ങനെ ചൈനയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് കൂടുതലും എനിക്ക് തോന്നുന്നു ചൈനക്കാരെ ഡ്രസ്സാന്ന് തോന്നുന്നു. ഡ്രസ് പ്രൊഡക്ഷൻ ആണെന്ന് തോന്നുന്നു കൂടുതലും നടക്കുന്നത്. സിറിയയുടെ എന്തോ ഒരു സാധനം ഇങ്ങനെ സൈഡിൽ നിന്ന് ഫുഡ് ഐറ്റംസ് ഒക്കെയാണ്. ചൈനയിലെ ഫുഡ് ഐറ്റംസിന്റെ സ്ഥലത്തൊക്കെ കൂടുതലും ഇവിടെ ഷോ ചെയ്തേക്കുന്ന ക്ലോത്ത് ആണ്. ക്ലോത്തും കാര്യങ്ങളുമാണ് ചൈനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാനിങ്ങനെ ബ്ലോഗ് ചെയ്യുന്ന കണ്ടിട്ട് അവരിങ്ങനെ പറയാ വെൽക്കം ടു മൈ ബ്ലോഗ് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ചിരിക്കുന്നുണ്ട്. ലക്ഷ്മി ഇന്ന് ചൈനയിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കുവാണ് ചൈനയിലെ ഓർമ്മയ്ക്കായിട്ട്. അപ്പൊ ചൈനയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ശ്രീലക്ഷ്മിക്ക് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി അതിന്റെ ചെക്കിങ്ങിലാണ്. എന്താണ് ശ്രീലക്ഷ്മി നീ ചൈനയിൽ നിന്ന് വാങ്ങാൻ പോകുന്നത്? ചൈനയിൽ നിന്ന് കണ്ടിട്ട് എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം എടുത്തിട്ട് ഓടിയാലോ? ഓടിയ ചൈനക്കാർ നിന്റെ പുറകെ വരും. മാല അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് 10 റിയാൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. റിയൽ ചൈനയിൽ നമ്മളിപ്പോ എത്തിക്കഴിഞ്ഞു. അപ്പൊ ചൈനയുടെ പരിസര പ്രദേശത്തുകൂടിയാണ് നമ്മള് ചൈന മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞിരിക്കുവാണ്. അപ്പൊ ചൈനയിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം. ഇതുവരെ നമ്മള് തുണി ഐറ്റംസും അങ്ങനെയൊക്കെ ഉള്ളതാണ് നോക്കിയത്. ഇപ്പൊ ചൈനയുടെ ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ എല്ലാം ഉള്ളത്. എത്രയാണ് ചോദിച്ചേ? സ്മോക്കിംഗ് ബോൾസ്, ഇവിടെ നമുക്ക് സ്മോക്കിംഗ് ബോൾസ് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് അത് വാങ്ങി നോക്കാം. ഞാൻ പല വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിയ ഒരു കാര്യമാണ് ഈ സ്മോക്കിംഗ് ബോൾ വാങ്ങി കഴിക്കണമെന്ന്. അപ്പൊ നമ്മൾ ചൈനയിൽ വന്നപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സ്മോക്കിംഗ് ബോൾ അങ്ങനെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇതിന് 30 റിയാലാണ് ഈ ഒരു ഇതിന്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജാസ്മിൻ ട്രൈ ജാസ്മിൻ
സൂപ്പർ. ശ്രീലക്ഷ്മി ട്രൈ ചെയ്യുവാണ് സ്മോക്കിംഗ് ബോള്. അങ്ങനെ ചൈനയിലെ സ്മോക്കിംഗ് ബോളൊക്കെ കഴിച്ചതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ചൈനക്കാർ വളരെ കുറഞ്ഞ പൈസയിൽ വളരെ മനോഹരമായി എങ്ങനെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാമെന്നും ഡെക്കറേറ്റ് ചെയ്യാമെന്നും കാണിച്ചു തന്നതാണ്. അവരുടെ ഒരു കളർ തീം റെഡ് കളറാണ്. ആ ഒരു കളർ ഉടനീളം അവർ കാണിച്ചിട്ടുണ്ട്. ചൈന സ്ട്രീറ്റിലൂടെ നമ്മൾ അതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചൈന അത് എങ്ങനെയാണെന്നുള്ളത് എക്സാക്ട്ലി അത് ഇവിടെ കാണിച്ചേക്കുവാണ്. ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല നമ്മൾ സൗദിയിലാണെന്നൊന്നും. സ്റ്റില് ചൈനയിൽ തന്നെയാണ് നമ്മള്. നല്ല തണുപ്പും നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ വീശുന്നു. അപ്പോൾ ചൈനയിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.